ഒന്ന് ഇഷ്ടമെന്ന് പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സ് അവൾ അറിയണമെന്നുണ്ടായിരുന്നു. അവർ വഴങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലായ സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും പയ്യെ പിന്നെ കോൾ ചെയ്യണ്ട, പിന്നെ മെസ്സേജ് അയക്കണ്ട, ഒന്നും വേണ്ട. ലൈഫിൽ രണ്ടേ രണ്ട് ലക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് നമ്മുടെ പാഷൻ, അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുക, ഫസ്റ്റ് ലക്ക്. രണ്ടാമത്തേത് ഒരു അണ്ടർസ്റ്റാൻഡിങ് പാർട്ണറാണ്. ഇനി നിങ്ങൾ വൈഫിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് പറഞ്ഞ പണി കിട്ടുമല്ലോ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു. എൻ്റെ മുമ്പിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ അല്ലാണ്ട് ആൾക്ക് ആ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് എക്സ്. അതിൽ എക്സ് ആകാൻ പോകുന്ന ഒരാളായിരുന്നു ഞാനും. അവർക്ക് വേണ്ടി നന്നായിട്ട് പഠിച്ചു, ഷട്ടിൽ ടീമിൽ കളിച്ചു, ജയിച്ചു, കപ്പടിച്ചു, ഹീറോ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി എന്നെ ഞാൻ ബെറ്റർ പേഴ്സൺ ആക്കിയായിരുന്നു. വേറൊരു ചേച്ചി ഇങ്ങനെ, അതായത് എൻ്റെ സീനിയർ എന്നൊരു ചേച്ചി വന്നപ്പോൾ പറഞ്ഞു, ആര് ചോദിച്ചാലും ഫ്രണ്ടാന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ടെൻഷൻ ആവുക. ആ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട്, ഏതെങ്കിലും രണ്ടുപേരും കൂടെ നോക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരാൾ നോക്കണം. ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേനും പുള്ളി ഭയങ്കര ടെൻസ്ഡായി. അവളെ എൻ്റെ ചൊൽപ്പടിക്ക് നിർത്തണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ അവൾ കേൾക്കണം. ഇതൊരു വാശി പോലെ, തനിക്കൊരു ടെസ്റ്റ് വെച്ച് അതിൽ പാസ്സാവുന്ന ഒരു മൈൻഡ് സെറ്റ്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂഡ് പോകും. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ ഇപ്പോൾ രാത്രി ഒരു 10 മണിക്ക് തുടങ്ങുന്ന ഒരു സംസാരം അവർ അവസാനിപ്പിക്കുന്നത് ചിലപ്പോൾ രാവിലെ ആയിരിക്കും. കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് പതുക്കെ കുറയും. പിന്നെ അവർക്ക് ഉറക്കം വരാൻ തുടങ്ങും, അവർക്ക് ഫോണിൽ ചാർജ് കാണില്ല, തിരക്കാവും, ബിസി ആവും. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള വേർഡിങ് തെറ്റാണ്. പാർട്ട്നേഴ്സ് ആണ് കറക്റ്റായ വാക്ക്. ഇയാൾ ബിസി ആയെന്ന് മനസ്സിലാക്കാനുള്ള സെൻസ് ആ കുട്ടിക്കുണ്ടാവണം. ആ കുട്ടിക്കുണ്ടാവണം. അവനിപ്പോൾ ഇന്നലെ വരെയുള്ള അവനൊരു ജോബുണ്ട്, അവൻ ഇങ്ങനെ ഇഷ്യൂ കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി അവക്കുണ്ടാവണം. ഉള്ള സമയത്ത് കൃത്യമായി അവർക്ക് വേണ്ട അറ്റൻഷൻ അവൻ കൊടുത്തിരിക്കും. സോ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇസ് ലവ്. എപ്പോഴും ആദ്യ പ്രണയം എന്ന് പറയുന്നത് ആർക്കും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. അത്രമാത്രം എന്താ സ്വീറ്റ് ആയിരിക്കും, മാധുര്യമേറിയതായിരിക്കും പിന്നീട് കഴിച്ചെങ്കിലും. ഓക്കെ, സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ. പൊട്ടിയതോ അല്ലെങ്കിൽ പറയാതെ പോയ പ്രണയമോ, എനിത്തിങ്, ആൻഡ് വാട്ട് യു ഫെൽറ്റ് അറ്റ് ദാറ്റ് ടൈം എന്നുള്ളത്. പറയാതെ ഒരു പ്രണയം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പഠിച്ചതൊരു മിക്സഡ് സ്കൂളിലായിരുന്നെങ്കിലും എൻ്റെ ക്ലാസ്സിൽ പെമ്പിളരൊന്നും ഇല്ലായിരുന്നു. തൊട്ടടുത്ത് നല്ലൊരു ഗേൾസ് സ്കൂൾ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ അവിടെ പോയി. അപ്പോൾ എനിക്ക് ആശ്രയം ട്യൂഷൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ 8ാം ക്ലാസ്സിൽ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പോയി. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, തട്ടമിട്ട ഒരു സുന്ദരിക്കുട്ടി. ക്ലാസ്സിൽ 25 പയ്യന്മാരെങ്കിലും അവളുടെ പുറകെയായിരുന്നു. അതിൽ ഞാനും ഒരാളായിരുന്നു. 8, 9, 10 3 വർഷം ഞാൻ മനോഹരമായിട്ട് അവളെ പ്രേമിച്ചു. പക്ഷെ ഒരു തവണ പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു തവണ പോലും ഞാൻ സംസാരിച്ചിട്ടില്ല, ചാൻസ് കിട്ടിയിട്ടില്ല. +1 ആയപ്പോഴത്തേക്കും ക്ലാസ്സിലെല്ലാം കുറേ കുട്ടികൾ കമ്പ്യൂട്ടർ പോയി, കൊമേഴ്സ് പോയി, അങ്ങനെ സ്പ്ലിറ്റായി പോയി. മജോറിറ്റി കുട്ടികളും കമ്പ്യൂട്ടറിൽ പോയി, പെൺകുട്ടികളെല്ലാം കമ്പ്യൂട്ടർ ബയോളജി തന്നെ ജോയിൻ ചെയ്തു. അങ്ങനെ കൊമേഴ്സിൽ ഞാനും എൻ്റെ 2 കൂട്ടുകാരന്മാരും ബോറടിച്ചിരുന്നപ്പോൾ ഒരേ ഒരു പെൺകുട്ടി മാത്രം കൊമേഴ്സിലേക്ക് കയറി വന്നു. അത് അവളായിരുന്നു. അതായത് അവൾ ആ ക്ലാസ്സിൽ കയറിയ മൊമെന്റിൽ ഓപ്പോസിറ്റിലെ സകല ബോയ്സിനും ഞങ്ങൾ അസൂയായി. കാരണം അവളും ഞങ്ങൾ 3 ബോയ്സും. എനിക്ക് 3 വർഷം എനിക്ക് കിട്ടാത്ത ആ ചാൻസ് അത്തവണ കിട്ടി. എന്നിട്ട് പറഞ്ഞില്ല, സംസാരിച്ചു, കമ്പനിയായി. പക്ഷെ 17ാമത്തെ വയസ്സിൽ അവളെ കെട്ടിച്ചു. പറയുന്നതിന് മുമ്പേ അവളെ കെട്ടിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഒരു വർഷം മുമ്പ് ഞാൻ അവളെ കണ്ടു. എനിക്കവളെ മനസ്സിലായില്ല. അപ്പൊ പറഞ്ഞോ മനസ്സിലായില്ലേ? കേട്ടോ, എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു, മനസ്സിലായില്ല. എന്നെ ഒരു സ്ത്രീ എന്നെ ഇങ്ങനെ നോക്കുക എൻ്റെ മൈൻഡിൽ. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് എൻ്റെ മൈൻഡിൽ. അവളെ ഹസ്ബൻഡിനോടെ ബൈക്ക് എടുത്ത് പോയതിന് ശേഷം എൻ്റെ കൂട്ടുകാരനോട് അത് ആളാരും മനസ്സിലാന്ന് ചോദിച്ചു. ആരാ? അപ്പോഴാ പറഞ്ഞ് 5 കൊല്ലം ഞാൻ പ്രേമിച്ച ആ കുട്ടിയാണ് ആ പോയത്. എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. ബാക്ക്ഗ്രൗണ്ടിലപ്പോ ഏത് ബീജമാണ് ഓടിയത്? ബീജമൊന്നുമല്ല ഓടിയത്, എനിക്ക് എന്നെ തന്നെ അടുത്ത് അടിക്കാനാ തോന്നിയത്. എനിക്ക് പറയാതെ പോയൊരു ഫസ്റ്റ് ലവ് എൻ്റെ അതാ ഒരു മിസ്സിംഗ് ആണ് ആക്ച്വലി. ശരിക്കും ഇപ്പോഴും ഒന്ന് ഇഷ്ടമെന്ന് പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സ് അവൾ അറിയണമെന്നുണ്ടായിരുന്നു. പിന്നെ ആ ഏജിൽ ക്ലാസ്സിന് എല്ലാ ദിവസവും പോവും. ഒരു ദിവസം പോലും ഞാൻ മുടങ്ങില്ല. എല്ലാ ദിവസവും നന്നായിട്ട് പോവും, കുളിച്ചിട്ട് പോവും. അങ്ങനെ അവക്ക് വേണ്ടി നന്നായിട്ട് പഠിച്ചു, ഷട്ടിൽ ടീമിൽ കളിച്ചു, ജയിച്ചു, കപ്പടിച്ചു, ഹീറോ ആവാൻ വേണ്ടിയിട്ട് അവക്ക് വേണ്ടി എന്നെ ഞാൻ ബെറ്റർ പേഴ്സൺ ആക്കിയായിരുന്നു. സിനിമ എടുക്കാനുള്ളതുണ്ട്. പിന്നെ വേണമല്ലോ, പ്രേമിക്കുമ്പോൾ 100% കൊടുത്ത് തന്നെ പ്രേമിക്കുക. അടിപൊളി. അതുകൊണ്ട്
അവളെ തിരിച്ചറിയാതെ പോയതിലുള്ള ഒരു കുറ്റബോധം ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ആ മൊമെൻറ്റിൽ. അവൾ എന്നെ തിരിച്ചറിഞ്ഞായിരുന്നു. അവളെന്നെ നോക്കുമ്പോഴൊക്കെ ഒരു പക്ഷെ ഞാനൊന്ന് അവൻ സംസാരിക്കാൻ പറ്റില്ല ആ ടൈമിൽ, എന്താണെന്നറിയില്ല. പക്ഷെ അവൾ ആ മൊമെൻറ്റിൽ എനിക്കിപ്പോൾ റീതിങ്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഒന്ന് എന്നെ ഓർക്കുന്നില്ല എന്നെ എന്നുള്ളൊരു ചിന്ത ആ നോട്ടത്തിലുണ്ടായിരുന്നു. സോ അത് എത്ര വർഷം പ്രേമിച്ച ഒരാളെ കണ്ടിട്ട് കാരണം അവൾ അത്ര മാറിപ്പോയി. ഭയങ്കര സുന്ദരിയായിരുന്നൊരു പെൺകുട്ടി തടിച്ച് എന്റെ മനസ്സിലെ വിഗ്രഹമൊക്കെ ഉടഞ്ഞു പോയി. സോറി, ആള് മാറിയത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കണ്ടാൽ മനസ്സിലാവാത്ത രൂപത്തിലിട്ട് അവളായി എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് എന്തേ അവളെ മനസ്സിലായില്ല എന്ന റീസൺ ഞാൻ പറഞ്ഞില്ല. ആള് മാറിപ്പോയായിരുന്നു. ഒരു കഥ സരന് പറയാനുണ്ടാവില്ലേ? എനിക്കുണ്ട്. എന്റേത് പറയാതെ പോയതിന്റെ ഒരു സാധനമാണ് അത്. സാധനം ഇതേപോലെ ഒരു എലിമെന്റ്. അത് സ്കൂളിൽ തന്നെയാണ്. ഞാൻ 5th പഠിക്കുമ്പോഴാണ് ആ കുട്ടീൻ്റെ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പം 5th ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പം അതിനുശേഷം തൊട്ട് എപ്പോഴും അവളത് പറയാനുള്ള ധൈര്യമൊന്നും കുറേ നാളില്ല. വീട്ടിൽ കിടന്നുറങ്ങുന്നു, കൊതുവല വിരിക്കുന്ന സമയത്ത് മനസ്സിൽ അവളെ വെച്ച് അപ്പം ഇറങ്ങിയ ട്രെൻഡിങ് പാട്ട് ചിന്തിച്ച് പാടുന്നു, എല്ലാം ഉണ്ട്. ക്ലാസ്സിൽ പോകണു, അവളെ കാണുന്നു, പക്ഷെ പറയാൻ പറ്റുന്നില്ല, ധൈര്യമില്ല. അങ്ങനെ 8ാം ക്ലാസ് വരെ എത്തി, ഇതുവരെ പറഞ്ഞിട്ടില്ല. 8ാം ക്ലാസ്സിൽ ട്രിപ്പ് പോയി പാലക്കാട്. ഞാൻ കണ്ണൂർ ആണ് പഠിച്ചത്. ഫാൻറ്റസി പാർക്കിലേക്ക് ട്രിപ്പ് പോയി. ആ സമയത്തെങ്കിലും ഈ ട്രിപ്പിന് എങ്ങനെയെങ്കിലും പറയണം എന്ന് മനസ്സിൽ വെച്ചിരിക്കുകയാണ്. അപ്പം പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം റൊമാൻറ്റിക് പാട്ടുകളൊക്കെയാണ്. ഓവർനൈറ്റ് ട്രാവലായിരുന്നു. അങ്ങനെ അവളിങ്ങനെ കണ്ണടച്ച ആഹ് എന്ന് പറഞ്ഞിങ്ങനെ ഫീൽ സെറ്റാക്കി വെച്ചേക്കോ പറയാൻ വേണ്ടി. പറയാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അപ്പോൾ ഇവളുടെ കൂടെ എപ്പോഴും 3-4 പെമ്പിളരുണ്ടാവും. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഇവൾ ഈ ട്രാക്കിൽ, ഗ്രൗണ്ടിൻ്റെ ബൗണ്ടറിയാണ് ട്രാക്ക്, ഈ 100 മീറ്റർ 400 മീറ്റർ നോക്കുന്നത്. അപ്പോഴും നടക്കും ഇങ്ങനെ ചുറ്റും. അപ്പോഴൊക്കെ എല്ലാം കൂടെ ആരെങ്കിലും കാണും. അപ്പോൾ അവരുടെ ഒന്നും അടുത്ത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ 8ാം ക്ലാസ്സിൽ ഈ ട്രിപ്പിന് എന്തായാലും പറയണമെന്ന് വിചാരിച്ച് പോയി. അവിടെ ട്രിപ്പ് നമ്മൾ എന്താ പറയുക ഫാൻറ്റസി പാർക്കിലാണ് പോയത്. അവിടെ നിന്ന് എല്ലാം അടിച്ച് പൊളിച്ചെല്ലാം കണ്ട് ഇനി രാത്രിയേ ബസ്സുള്ളൂ, ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനി കുറച്ച് സമയമുണ്ട്. അപ്പോൾ എല്ലാവരും ക്രിക്കറ്റ് കളിക്കാമെന്ന് പറഞ്ഞ് നിന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവളൊരു ആൽമരത്തിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു ഗ്യാപ്പ് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ ഓഫ് സൈഡിൽ ഫീൽഡിങ്, ഞാൻ അവിടെ നിൽക്കും, അവൾ അവിടെയാണ് നിൽക്കുന്നത്, ഞാൻ ഇവിടെ പോയി ഫീൽഡിൽ നിന്നു. ഒരുത്തൻ ഒരു ആരോഗ്യമില്ലാത്തൊരു അടി അടിച്ചു. ഞാൻ പതുക്കെ ബോൾ ഇങ്ങനെ നോക്കി അവിടെ നിന്ന് എറിഞ്ഞു കൊടുത്തു. എനിക്ക് അവളുടെ അടുത്ത് എത്താൻ വേണ്ടി. അവളുടെ അടുത്ത് എത്തി. അവളുടെ അടുത്ത് ഇപ്പം പറയും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് സിനിമയിലൊക്കെ നമ്മൾ മാസ്ക് നിന്ന് എൻ്റർ ചെയ്യുന്ന പോലെ അവളുടെ ഒരു കൂട്ടുകാരി കറക്റ്റ് മരത്തിൻ്റെ മാസ്ക് ഇങ്ങനെ എന്നിട്ട് അപ്പോഴും പറയാൻ പറ്റിയില്ല. അങ്ങനെ 9ാം ക്ലാസ്സിൽ എത്തിയപ്പം ഞാനിങ്ങനെ രാവിലെ തന്നെ ഒരു സൈക്കിൾ സ്റ്റാൻഡ് ഉണ്ട്, സൈക്കിൾ സ്റ്റാൻഡിൽ നിന്ന് അവളിങ്ങനെ ട്രാക്കിലൊക്കെ പോകണമെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും പറഞ്ഞേ പറ്റൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സീനിയർ ഉണ്ട്, അന്നത്തെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ഭയങ്കരമായിട്ട് രൂപസാദൃശ്യമുള്ള, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആളായിട്ട് ഒരു രൂപസാദൃശ്യമുള്ള പുള്ളിക്കാരൻ ഇങ്ങനെ വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ എനിക്ക് നിൻ്റെ ഒരു സഹായം വേണം. ഞാൻ പറഞ്ഞു എന്താ ഏട്ടാ? അവളില്ലേ, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, നീ എനിക്ക് വേണ്ടി അവളുടെ അടുത്ത് പറയണം എന്നായി. ഇതിലും വലിയ ഗതിയോട്ടൻ ആരുണ്ടാവും ദൈവമേ. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ, അപ്പൊ എനിക്കൊന്നും പറയാൻ വയ്യ. ഇങ്ങനെ ഈ പുള്ളിയുടെ അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ച് അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇയാൾക്ക് കിട്ടില്ലോ എന്നുള്ളതായിരുന്നു അന്നത്തെ എൻ്റെ ബുദ്ധി. എന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്ക് പനിയായി. 2 ദിവസത്തെ ഞാൻ പനിച്ച് പിന്നെ സ്കൂളിൽ പോയില്ല. 3ാമത്തെ ദിവസം ഞാൻ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കാണുന്നു അവളും അവനും കൂടി ഇങ്ങനെ നടന്നു പോകുന്നു ഒരുമിച്ച്. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ എനിക്ക് പറയാൻ അപ്പോഴൊന്നും പറ്റിയില്ല. അവളുടെ കല്യാണം കഴിഞ്ഞ ഈ അടുത്ത് എനിക്ക് പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അല്ല, ഇയാൾ തന്നെയാണോ കിട്ടിയത്? ഈ കൈ പിടിച്ചു പോയ ആൾ തന്നെയാണ് കിട്ടിയത്? അല്ലല്ല, വേറെ ആളെ. അതിനൊരു സമ്മാനമല്ല, അവളെന്തായാലും കിട്ടിയില്ലെന്നുള്ള സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോഴും കോൺഫിഡൻസോടെ സംസാരിക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ എടി എനിക്ക്. അപ്പൊ അവള് ചിരിച്ചു. അവള് പറഞ്ഞു അത് നീ എന്താ അപ്പൊ പറയാത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയാന്ന് പറ്റില്ല, ഇതെല്ലാം പറഞ്ഞു അവളുടെ അടുത്ത്. അപ്പൊ അവളും കുറെ ചിരിച്ചു. ഇപ്പൊ അത് അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. അതാണ് എന്റെ ഫസ്റ്റ് ഇത് പറയാതെ പോയ ഒരു സാധനം ഇതാണ്. ഇനി നിങ്ങൾ വൈഫിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് പറഞ്ഞ പണി കിട്ടുമല്ലോ, അവിടെ നേരത്തെ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് +1 കയറിയ ടൈമിൽ എനിക്കും ഇതുപോലെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് കയറുന്ന ടൈമിൽ ഒരുപാട് കുറേ കൺഫ്യൂഷൻസ് വന്ന് നോക്കി. എല്ലാവരും ഫ്രണ്ട്സിൻ്റെ നിർബന്ധപ്രകാരത്തോടു കൂടി നോക്കിയ ഒരു റിലേഷൻഷിപ്പ്. അങ്ങനെ പറയാനും മാത്രം ആദ്യം അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ഫ്രണ്ട്സൊക്കെ പറയുമല്ലോ. ഇപ്പോൾ ഞാൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോഴത്തേനും ഡയറക്റ്റായിട്ട് മിക്സഡിൽ വന്നപ്പോൾ ബോയ്സിനെയൊക്കെ കണ്ടപ്പോൾ ഒരു പേടി അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞതിൻ്റെ പേരിൽ നോക്കിയൊരു റിലേഷൻഷിപ്പായിരുന്നു. ആദ്യമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഈ കാണുമ്പോൾ ഈ ക്ലാസ്സിനെ പാസ് ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് ചിരിക്കും, ആ ഒരു സംഭവം മാത്രം. അപ്പോൾ അങ്ങനെ പോയി ഇരുന്ന സമയത്ത് ആൾ എൻ്റെ മുമ്പിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ അല്ലാണ്ട് ആൾക്ക് ആ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് എക്സ്.
അതിൽ എക്സ് ആകാൻ പോകുന്ന ഒരാളായിരുന്നു ഞാനും. അപ്പോൾ ഇപ്പോൾ അത് ആളിത് കാണുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്നെ പ്രാഗുമായിരിക്കും. മോശം കാര്യം കാണിച്ചത് അയാളല്ലേ? അതെ. ഭ്രാന്ത്. പേര് പറയരുതെന്ന് പ്രാർത്ഥിക്കുമായിരിക്കും പുള്ളി. അപ്പോൾ എങ്ങനെയാ അറിഞ്ഞത്? അറിഞ്ഞത് ഒരു ഡേ ഞാൻ ക്ലാസ്സിലിരിക്കാൻ നേരം വേറൊരു പെണ്ണിൻ്റെ കൈ പിടിച്ച് പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടതും പുള്ളി ആളെ ഇട്ടിട്ട് ഓടി. മിടുക്കന. അത് കഴിഞ്ഞ് 2-3 ദിവസം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും പുള്ളി പേടിച്ചു പോയി. ഓക്കെ. എന്ന് അത് കഴിഞ്ഞ് പണയ ആള്. ആനുവൽ ഡേ വന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഇങ്ങനെ നിൽക്കാൻ നേരം അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് എന്തോ സംസാരിക്കാൻ വേണ്ടി നിൽക്കുക, വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. അത് നിൽക്കുന്ന സമയം നോക്കുമ്പോൾ ആൾ വന്നപ്പോൾ വേറൊരു ചേച്ചി ഇങ്ങനെ, അതായത് എൻ്റെ സീനിയർ എന്നൊരു ചേച്ചി വന്നപ്പോൾ പറഞ്ഞു, ആര് ചോദിച്ചാലും ഫ്രണ്ടാന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ടെൻഷനാവുക. ആ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് ഏതെങ്കിലും 2 പേരും കൂടെ നോക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരാൾ നോക്കണം. ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേനും പുള്ളി ഭയങ്കര ടെൻസ്ഡായി. പിന്നെ പറയുന്നത് പുള്ളിക്ക് 4 years ആയിട്ട് വേറൊരു കുട്ടിയായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു, കുഞ്ഞിലേ തൊട്ടുള്ളതാ എന്നെല്ലാം പറഞ്ഞ് സീനായി. ആളിതായി ഭയങ്കര സീനായി. എന്നിട്ട് ഞാനും കരച്ചിലും തുടങ്ങി. ഞാൻ പോയപ്പോഴത്തേക്ക് പുള്ളി തലയ്ക്ക് കൈയൊക്കെ കൊടുത്തിരിക്കുക. എന്നിട്ട് അന്നൊന്നും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അങ്ങനൊന്നും ഇല്ല, അതൊക്കെ ഫേക്കാണ് എന്നെല്ലാം പറഞ്ഞെങ്കിലും ഏറ്റവും ദേഷ്യം വരുന്ന പിടിച്ചു കഴിഞ്ഞാൽ പോലും വീടിനടുത്ത് കിടന്ന് ഉരുണ്ടിട്ട് അതൊന്നും ഇല്ല, ആ കുട്ടി നിർബന്ധിച്ച് നിർന്നതാണെന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു വന്നെങ്കിലും ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് വീണ്ടും പാച്ചപ്പായി ഞങ്ങൾ. എന്നിട്ടും പോയി കഴിഞ്ഞ് വീണ്ടും അറിയുന്നു, വീണ്ടും ആ കുട്ടിയായിട്ട്. അതും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് തന്നെ ആൾക്ക് പോയി ഫേക്ക് അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചു മറ്റേ കുട്ടിക്ക്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. ആ മെസ്സേജ് അയച്ചപ്പോൾ ഈ കുട്ടി എന്നെ പറഞ്ഞു ഈ കുട്ടിയുടെ റിലേഷൻ ഈ പുള്ളിക്കാരനാണെന്ന് പറഞ്ഞു. എന്നിട്ടും ഇവരെന്നോട് റീസൺ പറയാണ്ട് പറഞ്ഞു എന്താ ആൾ ഭയങ്കര ഒരു റെഡ് ഫ്ലാഗാണ്, സോ ബ്രേക്കപ്പ് ആക്കണം പറഞ്ഞു. ഞാൻ കാര്യം അറിയാണ്ട് ബ്രേക്കപ്പ് ആക്കിയേ ഇല്ല. അപ്പോൾ സ്ക്രീൻഷോട്ടുകൾ വരിക ആൾ പറഞ്ഞതിൻ്റെ. ഞാനിത് അയച്ചു കൊടുത്തപ്പോഴും പറഞ്ഞു ഈ കുട്ടിയായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല, അവൾ വെറുതെ പറയുകയാണെന്ന്. ഇങ്ങനെയുള്ളവർ നമ്മൾ സംസാരിച്ചിട്ട് അറിയില്ല, അങ്ങ് പോവാന്നുള്ളത്. അന്ന് അറിയാൻ വയ്യായിരുന്നു. സോ അങ്ങനെ പോയി കഴിഞ്ഞ് അറ്റ് ലാസ്റ്റായി. എന്നിട്ട് ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് ഒന്നും അയച്ചില്ല. ഒരു 1 year ഇത് പോയി. 1 year പോയി കഴിഞ്ഞ് ആൾ പുറത്ത് പഠിക്കാൻ പോയി. ഞാനപ്പോൾ അതായത് ഞാനും പുറത്തോട്ട് വരാനുള്ള സമയമായിരുന്നു. അങ്ങനെ നിന്ന് പുള്ളി ഇങ്ങനെ വീണ്ടും മെസ്സേജൊക്കെ അയക്കുക. അതായത് നമ്മൾ ഒരു ഗോസ്റ്റിംഗ് പരിപാടി. വരും മെസ്സേജ് അയക്കും, ഹോപ്പ് വെക്കും പോവും, വരും മെസ്സേജ് അയക്കും, ഹോപ്പ് വെക്കും പോവും. 5 year വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിന്നു. ആ ടൈമിൽ വരാം, സെറ്റിലാകാം, ആ സമയത്ത് വീട്ടിൽ സംസാരിക്കാം എന്നുള്ള രീതിക്കെല്ലാം വന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പുള്ളി ഭയങ്കര അവോയ്ഡിങ് തുടങ്ങി. എന്തൊക്കെയോ ഡൗട്ട് എനിക്കായ സമയത്ത് ഞാൻ മറ്റേ കുട്ടിക്ക് പോയി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു കുട്ടിക്ക് റിലേഷൻ ഉണ്ടോ ചോദിച്ചു. പറഞ്ഞു കുട്ടിക്ക് അറിയാമല്ലോ എൻ്റെ റിലേഷൻ ആരാണെന്ന്. ആളുടെ പേരും പറഞ്ഞു. അങ്ങനെ ഞാൻ തൂക്കി കംപ്ലീറ്റ്ലി പറഞ്ഞ് രണ്ടെല്ലാം പറഞ്ഞ് പോയപ്പോഴും പുള്ളി ഒട്ടും വിധത്തിൽ സമ്മതിക്കില്ല. ലാസ്റ്റ് ഭയങ്കര സീനായപ്പോൾ പുള്ളി സമ്മതിച്ചു തന്നു. അതോടുകൂടി മറ്റേ പുള്ളിക്കാരിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് അറിയില്ലേ? ആ കുട്ടി ഒരു പാവമാണ്. സോ ആ കുട്ടീനെ രണ്ടുപേരെയും ഈക്വലി പറ്റിക്കുമായിരുന്നു. ആ കുട്ടിയെ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നിർത്തി. ഇവിടെ നിന്ന് ആ കുട്ടിയുടെ കുറ്റം, ആ കുട്ടിയുടെ അടുത്ത് എൻ്റെ കുറ്റം. അനശ്വര പറഞ്ഞത് കറക്റ്റ് ആവുന്നത്. ജനറേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും അടിമത്വത്തിന് ഇരയായിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് എന്നുള്ളത് ഭയങ്കര കഷ്ടമാണത്. പക്ഷെ അവിടെ സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഗോസ്റ്റ് ചെയ്യാൻ പറ്റി. അതെ, റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കാനേ പുള്ളിക്കാരെ സമ്മതിക്കില്ല. അതായത് ഒരു പിക്ക് പോയിട്ട് ഒരു മെൻഷൻ പോലും ആക്കാൻ സമ്മതിക്കില്ല, ഫോളോ പോലും ചെയ്യാൻ സമ്മതിക്കില്ല. സീക്രട്ട് ആക്കി വെക്കണം എന്നില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ആക്കി വെക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അത് സീക്രസി അല്ല ഒരിക്കലും. ആള് അതിനിങ്ങനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഡൗട്ടാവും. അത് പറയുമ്പോൾ നിനക്ക് റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കണോ, എല്ലാവരെയും അറിയിക്കണോ, സീക്രട്ട് ആക്കി വെച്ചാൽ പോരെ എന്നുള്ളൊരു സംഭവം കൊണ്ടുവരും. ഇവരെ അവോയ്ഡ് ചെയ്ത് തുടങ്ങുന്ന ഫേസ് ഇൻട്രസ്റ്റ് പോകുമ്പോഴാണ്. പിന്നെ ഇൻട്രസ്റ്റ് പോകും, പിന്നെ അടുത്ത ആള്, അങ്ങനെ മൾട്ടിപ്പിൾ. ഇത് ഒരുതരം മനോരൂപമായിട്ടാണ് എനിക്ക് തോന്നാറ്. ഒന്നിലധികം ആൾക്കാരെ ഒരേപോലെ കൊണ്ടുപോകാന്നുള്ളത് ഒരാളുടെ ഭയങ്കര കഴിവാണെന്നാണ് അവരുടെ വിചാരം. ഫീലിങ്സ് വെച്ച് കളിക്കുന്നത് ചില ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതൊരു സാഡിസ്റ്റിക് മനോഭാവമാണ്. ഒരു കാര്യമാണ്
എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ശരിക്കും ഇത് ആൺപെൺ വേർതിരിവില്ല, പക്ഷെ സ്റ്റിൽ കുട്ടി ആ കഥ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, വൈ ഡസ് മെൻ ചീറ്റ്? ലൈക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫ്രണ്ടിൽ കമ്മിറ്റ്മെൻറ്റ് തന്ന് എന്താ നീ ഇല്ലാതെ എനിക്കൊരു ലോകമില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന അപ്പുറത്തൊരു പെൺകുട്ടി ഉള്ളപ്പോഴും മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സിൽ നിന്ന് എന്ത് തരം ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്? ഇപ്പം നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് വോണ്ട് ടു നോ ദറ്റ് പെർസ്പെക്റ്റീവ്, വൈ ഡസ് മെൻ ചീറ്റ്? എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പം എറണാകുളത്തുള്ളവരൊക്കെ നല്ല ആൾക്കാരാ, കണ്ണൂരുള്ളവരൊക്കെ മോശ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണിത്. പെണ്ണുങ്ങളിലും ആണുങ്ങളിലും ചീറ്റ്, ഇപ്പം നല്ല ആൾക്കാർ മോശം ആൾക്കാരെന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പെണ്ണുങ്ങളിലും ചീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരുടെ ചെറുത് മുതലേ വന്ന രീതികൾ, അവരുടെ കുട്ടിയായിരിക്കുമ്പോൾ ചില ട്രോമാസ് വരുന്നത്, അവരുടെ ഒരു സെല്ലുലാർ ലെവലിൽ തന്നെ ചില പാറ്റേൺസ് ഫോം ചെയ്യും. അവർ ഇപ്പം പുള്ളിക്കാർ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഒരാളുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഒരു പാറ്റേൺ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ പലതും ഉണ്ട്. അതേപോലെ നല്ല പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾ ആണുങ്ങൾ എന്നുള്ള വ്യത്യാസം ഇല്ലാതെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഒരിക്കലും നമ്മൾ റീജിയനെ വെച്ച് പൊളിറ്റിക്സ് പറയാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതും. ആണ് പെണ്ണ് എന്നുള്ളതില്ല. ചീറ്റ് ചെയ്യാൻ ഇതായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ ചീറ്റ് ചെയ്യും. ട്രോമയുടെ പുറത്തും പാറ്റേൺസിന്റെ പുറത്തും മൊത്തം കൊണ്ടിടാൻ പറ്റും. അതായത് അപ്പുറത്ത് ശരിക്കും ഒരു പാർട്ട്ണർ നിൽക്കുമ്പോൾ അത് ആണായാലും പെണ്ണായാലും ചീറ്റ് ചെയ്യണം എന്ന് അല്ലെങ്കിൽ ഒരു തോട്ട് ഇനിഷ്യലി വന്നിട്ടാണല്ലോ ആക്ടിങ് ഓൺ ഇറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ആ വ്യക്തിക്ക് അറിയായിരിക്കും ചെയ്യുന്ന തെറ്റ്. അങ്ങനെ ആയിരിക്കില്ല. അതായത് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഇപ്പോൾ ഒരു ഗ്യാങ്സ്റ്റർ അല്ലെങ്കിൽ ഒരു ഡോൺ പോലെ ഒരാൾ വരുന്നത് പലപ്പോഴും പല കഥകളിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവർക്ക് നല്ല ചൈൽഡ്ഹുഡ് ആയിരിക്കില്ല. ചിലപ്പം ഭയങ്കര ടോക്സിക് ആയിട്ട് അല്ലെങ്കിൽ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന പാരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ അവർക്ക് കുറേ ട്രോമാസ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇപ്പുറത്തും. ഇപ്പോൾ ഈ റിലേഷനിൽ വരുന്ന ആൾക്കാരുടെ അപ്ബ്രിങ്ങിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഭയങ്കര കൺസിഡറേറ്റ് ആയിട്ട് ഭയങ്കര ടേക്ക് കെയർ ചെയ്ത് കൊണ്ടിരുന്ന ആൾക്കാർ, കുട്ടികൾ, ഞാൻ പുതിയ പാരൻസ് എന്നൊക്കെ നേരത്തെ പറഞ്ഞത്. ഒരുപാട് ട്രോമകളുള്ള ഒരാൾ ഒരിക്കലും അപ്പുറത്തിരിക്കുന്ന ആൾ ഇത് അനുഭവിക്കരുതെന്ന് ചിന്തിക്കുന്ന വ്യക്തികളും ഉണ്ടാവില്ല. കുറേ വശങ്ങളുണ്ട് ഇതിന്. സയൻറ്റിഫിക് വശങ്ങളിൽ പല സാധനങ്ങളുണ്ട്. പാറ്റേൺസ് അട്രാക്ട് ചെയ്യുമെന്ന് പറയും. അതായത് ഇപ്പം ട്രോമയിൽ കൂടി വന്നൊരാൾ, ആ ഒരു ആൾക്കൊരു കെയർ, തെറ്റാണെന്ന് അവർ അറിഞ്ഞിട്ടല്ലേ, അതായത് അവർ ശരിക്കും ലവ് ആയിരിക്കില്ല, അവർക്ക് കെയർ, ഇപ്പം എന്താ പറയുക, അവർ അതൊന്നും അനുഭവിച്ചിട്ടില്ല. ചെറുത് അറ്റൻഷൻ സീക്കിങ്ങിന്റെ റീസൺ തന്നെ അവർക്ക് കെയർ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ചെറുപ്പത്തിലെ ആരും അവരെ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന കെയർ അല്ലേ ഏറ്റവും അധികം സന്തോഷം. അതെ, പക്ഷെ അവര് വരുന്ന സമയത്ത് അവർക്ക് ഇത് പുതിയൊരു സാധനമാണ്. അപ്പൊ ആദ്യം കുറച്ച് നാളത്തേക്ക് ഒരു ഇഷ്ടം തോന്നും. അത് കഴിയുമ്പോൾ അവർക്ക് ചില ആൾക്കാർക്ക്, എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക് ആ ഒരു ലസ്റ്റർ, പുതിയൊരു ഇതങ്ങ്, ഒരു ഷൈനിങ് അങ്ങ് പോകും. ആ ഒരു ഹൈ അങ്ങ് പോകും. അവർക്ക് അറ്റൻഷൻ സീക്കിനെക്കാട്ടും ഒരു വേറൊരു വേർഡ് ഉണ്ടെങ്കിൽ ആ വേർഡ് കിട്ടുന്നില്ല. അപ്പം അങ്ങനത്തെ ആളുകൾ കൂടുതലും വാലിഡേഷൻ സീക്കേഴ്സ് ആയിരിക്കും. വാലിഡേറ്റ് ചെയ്യപ്പെടും ഇടയ്ക്കിടയ്ക്ക് അവർക്ക്. അപ്പോൾ ആ പർപ്പസിന് വേണ്ടി ഓരോരുത്തരെ കണ്ടുപിടിക്കുന്ന ആൾക്കാരായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതും എടുക്കും, അടുത്തിലേക്ക് പോകും. അത് ഒരിക്കലും ജനറലൈസ്ഡ് ഫോം അല്ല, ഡിപ്പെൻസ് ഓൺ ദ സൈക്കിക് ലെവൽ, അല്ലെങ്കിൽ ഓരോരുത്തരെ പോലെയാണ്. ഈ ഇങ്ങനെയുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഹണ്ടിങ് മൈൻഡ് സെറ്റാണ്. അതായത് തൻ്റെ വിക്ടിമിനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അതായത് ഇപ്പം സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ഒരാളെന്ന് വെക്കുക. ഇപ്പം കോളേജിൽ പോകുന്ന വഴിക്ക് സ്ഥിരമായൊരു പെൺകുട്ടിയെ കാണുന്നുണ്ടാവാം, കോളേജിലൊരു പെൺകുട്ടിയെ കാണുന്നുണ്ടാവാം, സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടി ഉണ്ടാവാം, ഇനിയും തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സിലോ അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടാവാം. ഇതെല്ലാം അവൻ്റെ ലൈഫിലെ ഓരോ ടൈമിലും അവൻ കാണുന്ന പെൺകുട്ടികളെ അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെ ട്രാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പ്രണയം തന്നെ ചിലപ്പോൾ മോണിറ്ററി ബെനിഫിറ്റ്സിനായിരിക്കാം, അല്ലെങ്കിൽ സെക്ഷൽ ബെനിഫിറ്റ്സിനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്ത് തന്നെ ആണെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ അവന് കിട്ടുന്ന പ്ലഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പെൺകുട്ടിയും അവന് വിക്ടറിയാണ്. ആ മൈൻഡ് സെറ്റ് ആൾക്കാരുണ്ട്. അതായത് അവളെ വളയ്ക്കണം, അവളെ എൻ്റെ ചൊൽപ്പടിക്ക് നിർത്തണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ അവൾ കേൾക്കണം. ഇതൊരു വാശി പോലെ, തനിക്കൊരു ടെസ്റ്റ് വെച്ച് അതിൽ പാസ്സാവുന്ന ഒരു മൈൻഡ് സെറ്റ്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂഡ് പോകും. അത് കിട്ടുന്ന മൊമെന്റിൽ, അതായത് ആ പെൺകുട്ടിയെ വളച്ചു അല്ലെങ്കിൽ അവൾ കമ്മിറ്റഡ് ആയി എന്ന പോയിന്റിൽ കഴിഞ്ഞു. അല്ല, ഇതിൽ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് പല റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും, പക്ഷെ എന്നാൽ ഒന്നിനെയും പോകാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരാൾ നോ എന്ന് പറഞ്ഞു പോയാൽ ഈ പറഞ്ഞ ഒരു ഹണ്ടിങ് മൈൻഡ് സെറ്റും ആ ഈഗോ ഹേർട്ടും ആയിട്ട് ആളെ വീണ്ടും അവിടെ കൊണ്ടുവരണം. ഇവളീ പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നത്, ഈ വാക്കുകളൊക്കെ കൊടുത്ത് കുറേ പേര് നിർത്തി, കുറേ നാൾ നിർത്തുന്നതിന് ഒരാൾ പോയാൽ അയാളുടെ തോൽവിയാണ്. എനിക്ക് തോന്നുന്നു ജനറലി ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, ആദ്യം ആളെ ഒന്ന് സെറ്റാക്കുന്നത് വരെ ഭയങ്കരമായി കോൺവെർസേഷൻ നടക്കും. പിന്നെ അവർ വഴങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലായ സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും പയ്യെ പിന്നെ കോൾ ചെയ്യണ്ട, പിന്നെ മെസ്സേജ് അയക്കണ്ട, ഒന്നും വേണ്ട, അങ്ങനെ ഒരു സെറ്റ്. പിന്നെ വേറൊരു പെർസ്പെക്റ്റീവ് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ ജെന്യൂനായി തന്നെ ലൈക്ക് ഒരാളോടല്ല പല ആൾക്കാരോടും ഇഷ്ടം
അല്ലെങ്കിൽ പ്രണയം സൂക്ഷിക്കുന്നവർ. ഒരാളോട് അവർക്ക് ഓരോ വ്യക്തികളോടും പല രീതിയിലായിരിക്കും ഇഷ്ടം തോന്നുക. ഒരാളോട് ലസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കാം, ഒരാളോട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണം, അങ്ങനത്തെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു എക്സാമ്പിൾ അറിയാം. പക്ഷേ ഇവരോടെല്ലാം ജെന്യൂൻലി ആണ് അപ്രോച്ച് ചെയ്യുന്നത്. ഒരു വ്യക്തിയോടൊപ്പം നിന്ന് എന്താ പറയുക, പറ്റത്തില്ല എന്നൊരു മൈൻഡ് See, അത് ഒരിക്കലും ഒരു പ്രണയമാവുന്നില്ല. പ്രണയത്തിന്റെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷെ അവരതിനെ ഡിഫൈൻ ചെയ്യുന്നത് അവരുടെ സെറ്റ് ഓഫ് അല്ലെങ്കിൽ അവരുടെ പ്രണയം എന്നാണ് അവർ അതിനെ. ഈ ആൾക്കാർ പെൺകുട്ടികൾ ഒരിക്കലല്ല, ഞാൻ പറയാലോ, തെറ്റിദ്ധരിച്ചിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ, ഇപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ ചിലപ്പോൾ താഴെ വെക്കാണ്ട് കൊണ്ടുനടക്കും. അത് കിട്ടിക്കഴിഞ്ഞ് നമുക്കത് ഇട്ടിട്ട് അതിൻ്റെ ഒരു ഇത് പോകുന്നത് വരെ അത് നമുക്ക് ഭയങ്കര വലിയ കാര്യമായിരിക്കും. എന്നാൽ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനത്തിനോടുള്ള ഇഷ്ടം കുറയും. പിന്നെ പതുക്കെ നമ്മൾ പുതിയത് വാങ്ങിക്കാനുള്ള ഒരു ഇത് തുടങ്ങും. അതുപോലെ തന്നെയാണ് കുറേ മനുഷ്യരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്കൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ അവരത് എങ്ങനെയായാലും വാങ്ങും. ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞതുപോലെ, അവിടെ കോൺവേഴ്സേഷൻ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും അവർക്ക് നമ്മൾ ആ ഒരാളെ നമ്മൾ വളച്ച് കൊണ്ടുവരും. പിന്നെ അവർക്ക് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അതിനവർ ഫസ്റ്റ് പറയുന്നത് ഇപ്പം ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ ഇപ്പോൾ രാത്രി ഒരു 10 മണിക്ക് തുടങ്ങുന്ന ഒരു സംസാരം അവർ അവസാനിപ്പിക്കുന്നത് ചിലപ്പോൾ രാവിലെ ആയിരിക്കും. കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് പതുക്കെ കുറയും. പിന്നെ അവർക്ക് ഉറക്കം വരാൻ തുടങ്ങും, അവർക്ക് ഫോണിൽ ചാർജ് കാണില്ല, തിരക്കാവും, ബിസി ആവും. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അപ്പോഴത്തേക്കും ആൾക്കറിയാം. കാരണം ഇപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഗേൾസിനായിരിക്കും ഭയങ്കര വീക്കായിട്ട് നിൽക്കുക. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് നേരെ ഓപ്പോസിറ്റ് മാറും. അപ്പം അവർക്കറിയാൻ പറ്റും, അവർക്ക് ഇൻട്രസ്റ്റ് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും ഇവർ കൂടുതലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടിക്കഴിയുമ്പോൾ അവർക്കറിയാം ഇനി ഇവരെന്ത് കാണിച്ചാലും നമ്മൾ അവിടെ ഉണ്ടാവും. സോ അവർക്ക് എന്ത് കാണിക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് മാറും. പോകുന്നു എന്നൊരു പോയിന്റ് വന്നാൽ ഇവര് വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ചു നിർത്തും ചെയ്യും. അതൊരുമാതിരി എന്താ ഒരു ട്രോമ ബോണ്ടിങ് പോലെ, വേണം വേണ്ട. അതിനിപ്പോൾ ഓരോരോ പേരും കൂടി ഇട്ട് വെച്ചത് കാരണം ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം കൊണ്ടിട്ട്, അതായത് നമ്മളെ തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൂക്ഡ് മൈൻഡ് എന്ന് പറയുന്നതിനെ ഇത് ഇപ്പോൾ ജെൻസിന് മാത്രമല്ല സെയിം വുമൻസിനുള്ള കാര്യമാണ്. പറഞ്ഞുകൊണ്ട് പിന്നെ ആ ഹോസ്പിറ്റലിൽ പറഞ്ഞു. ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ എന്താണ് എറണാകുളത്തുള്ള ആൾക്കാരും കണ്ണൂർ എന്തോ ഡയലോഗ് പറഞ്ഞു നേരത്തെ. ചില ആൾക്ക് ഇപ്പം കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കോട്ടുള്ള ഒരു നമ്പർ എന്ന് പറയും. ആ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയാം. പേഴ്സൺ ടു പേഴ്സൺ. എനിക്ക് തോന്നുന്നു ഒരു റിലേഷൻഷിപ്പിലും ഇനിഷ്യലി ഉണ്ടായിരുന്ന ഹൈയും പുതുമയും ഒന്നും എല്ലാ ദിവസവും കാണില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ലവ് വുഡ് ഗെറ്റ് ഹാർഡ്. കാരണം രണ്ട് വ്യത്യസ്തമായ വ്യക്തികളാകുമ്പോൾ ഒരുപാട് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ, തോട്ട്സ്, ഇമോഷൻസ് എല്ലാം കാണും. യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ബി വിത്ത് ഈച്ച് അതർ ഡെസ്പൈറ്റ് ഓൾ ദ ബോറിംഗ് ഫേസസ്. പുള്ളിക്കാരി പറഞ്ഞതില് ഒരു കാര്യം, അത് രണ്ടുപേരുടെ ഇടയിൽ ശരിക്കും ലവ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ അല്ലേ. ഇല്ലാത്ത കേസിലാണ് പറഞ്ഞത്. പ്രണയം പ്രധാനമായും 3 സ്റ്റേജാണുള്ളത്. ഫസ്റ്റ് അട്രാക്ഷൻ എന്നൊരു സ്റ്റേജ് ഉണ്ടാവും. ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജ് അതാ, പരസ്പരം കാണുന്നു, അട്രാക്ട് ആവുന്നു. ഫസ്റ്റ് സ്റ്റേജ് അത് ഭയങ്കര എനർജി ആയിരിക്കും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്താലും ഓപ്പോസിറ്റ് പാർട്ണറിന് എന്തും ചെയ്യാനുള്ള മനസ്സുണ്ടാവും. മണിക്കൂർ സംസാരിക്കാൻ നോക്കി, എപ്പോഴും കാണുമെന്ന് തോന്നും. ഭയങ്കര അഡ്രിനാലിൻ റഷ് പോലെ ആയിരിക്കും ആ സമയം. അതിൻ്റെ അടുത്ത ഫേസ് എന്ന് പറയുമ്പോഴേക്കും 2 പേർക്കും സെറ്റിലാവും. അങ്ങോട്ടും ഇങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങോട്ടും ഇങ്ങോട്ട് ബോറടിക്കാൻ തുടങ്ങും. അവൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല, നേരെ തിരിച്ച് അവൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്കും തോന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യം മൈനസുകൾ എന്താണെന്ന് അറിയാൻ പറ്റും. അവരെ എന്താണ് നമ്മൾ പുറമേ കാണിക്കുന്ന ഒരു ഫേസ് അല്ലാണ്ട് ലിറ്ററലി ആ പേഴ്സൺ എന്താണ് എന്ന് മനസ്സിലാവുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. അതാണ് ഭയങ്കര ക്രൂഷ്യലായ സ്റ്റേജ്. വൺസ് അത് നമ്മൾ ഓവർകം ചെയ്താൽ, ആ സ്റ്റേജ് മറികടന്നാൽ അടുത്തെത്താൻ പോകുന്ന സ്റ്റേജ് ആയിരിക്കും ഈ നമ്മൾ എന്ന് കാണുന്ന ഈ ലോങ് ടേം ലവ് എന്നുണ്ടാവും എന്ന് പറയുന്ന ആ പോയിന്റ്. അതാ പലപ്പോഴും ഈ അഡ്രിനാലിൻ റഷ് കഴിയുന്നതോടെ ഈ ഇപ്പോഴത്തെ നല്ല ഓൾമോസ്റ്റ് എല്ലാ കാലത്തെയും പ്രണയം അവർ കഴിയും. കാരണം അവർക്ക് പിന്നീട് അതിൽ നിന്നൊരു കിക്ക് കിട്ടത്തില്ല. പക്ഷെ അത് ഡിപ്പെൻസ് അല്ലേ, എല്ലാ കേസിലും അങ്ങനല്ല. മെജോറിറ്റി ഓൾമോസ്റ്റ് അങ്ങനെ. പക്ഷെ അത് എനിക്ക് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് അതിൻ്റെ. അതായത് പ്രയോറിറ്റി പോലെ അല്ലേ. ഇപ്പം മിഥുനം എന്ന് പറഞ്ഞ സിനിമ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത് തന്നെ. അതായത് മോഹൻലാൽ എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളിക്കാരി എടുത്ത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ആദ്യത്തെ ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞ്, പക്ഷെ പുള്ളിക്കാരന് ഒരു റീസൺ ഉണ്ട് ബിസി ആവാൻ. ഇപ്പൊ നേരത്തെ ഈ പുള്ളിക്കാരി പറഞ്ഞ പോലെ ശരിയൊരു റീസൺ ആണോ? ലൈക് ഡെസ്പൈറ്റ് നമ്മൾ എന്ത് ബിസിനസ്സിലും പറയട്ടെ ഒരു മിനിറ്റ്. അതായത് പുള്ളിക്കാരന് അതിനകത്ത് പേഴ്സണൽ ഇഷ്യൂസ്, അതായത് കുറെ ടെൻഷൻസും സ്ട്രെസ്സും വരുന്നതുകൊണ്ടാണ് പലപ്പോഴും തോട്ട്സ്. ഇപ്പം അതിനകത്ത് തന്നെ പല അപ്രൂവൽസ് മേടിക്കണം, അതിന് ഓടണം ഇതിന് ഓടണം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നൊരു റിക്വസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ അത്രയും ഇന്റൻസിറ്റിയിൽ അഡ്രസ് ചെയ്യാൻ പറ്റില്ല. അത് ഇഷ്ടമല്ലാത്തോണ്ടല്ല. പക്ഷെ അവിടെ പ്രയോറിറ്റി എന്തുകൊണ്ട് പോകുന്നു? അല്ല, പ്രയോറിറ്റി ഇതേ ടെൻഷൻസ് ഉണ്ടായിരുന്നപ്പോൾ ഇല്ല. അവിടെയാണ് എന്റെ പോയിന്റ്. ഒരു മിനിറ്റ്.
അതായത് മുമ്പ് ഇതേ ടെൻഷൻസ് അല്ല എന്നുള്ള എൻ്റെ പോയിന്റ്. അതായത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ 25 വയസ്സും 25 വയസ്സും മെയിൽ 23 വയസ്സുള്ള പ്രണയം തമ്മിലുള്ള പ്രണയം ഈ പറഞ്ഞ പോലത്തെ ആദ്യത്തെ ഫേസ് അട്രാക്ഷൻ ഇതെല്ലാം കഴിഞ്ഞു. പതുക്കെ ഞാൻ പയ്യൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം. സപ്പോസ് ആ പയ്യൻ ഒരു പ്രൊജക്റ്റ് കയറി, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, 28 വയസ്സിലാണ് ഇപ്പോൾ ഉള്ളത്, പുള്ളിക്കാരി 26 വയസ്സിലാണ് ഉള്ളത്. പുള്ളിക്കാരി നേരത്തെ ഉണ്ടായിരുന്ന പോലത്തെ സാധനങ്ങൾ തന്നെ ഡിമാൻഡ് ചെയ്യുകയാണ്, എപ്പോഴും കുറേ നേരം വിളിച്ച് ഫോണിൽ ഇതൊക്കെ ഡിമാൻഡ് ചെയ്യുകയാണ്. പക്ഷെ അവൻ്റെ പ്രൊജക്റ്റിലെ പ്രശ്നം കാരണം അല്ലെങ്കിൽ ക്ലയൻറ്റ് കോൾസ് ഒക്കെ കാരണം പറ്റുന്നില്ല. അപ്പോൾ സാഹചര്യം എന്ന് പറഞ്ഞൊരു സാധനവും നമ്മൾ എടുക്കണം, ഫാക്ടർ എന്നേ ഉദ്ദേശിച്ചു. അതൊരു പോയിന്റ് ആണ്. ലൈക്ക് ഇപ്പം ഇത്രയും ബിസി ആയിട്ടുള്ള ഒരാൾക്ക് 24/7 സംസാരിക്കാൻ പറ്റില്ല, പറ്റുന്ന പോലെ ചെയ്യണം. പക്ഷേ ഉള്ള സമയത്ത് നമ്മൾ എടുക്കുന്ന എഫേർട്ട് അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവില്ല. അതായത് ഒരു 1 hour കിട്ടി അതിലൊരു 20 minutes എനിക്ക് വേണ്ടി ചെലവാക്കുന്നു, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ആ അണ്ടർസ്റ്റാൻഡിങ് വേണം. മിഥുനത്തിന് മോഹൻലാലിന്റെ ടെൻഷനാണ് ഇതാണ്. പക്ഷെ അവളുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് മറക്കുവാണ്. കുറച്ച് ബർത്ത്ഡേ ആണെങ്കിൽ അത് ഓർമ്മയില്ല. അയച്ച കത്തുകളെ പറ്റി പറയുമ്പോൾ ലിറ്ററലി ഷൗട്ട് ചെയ്യുവാണ്, ഇത് എടുത്തു വെച്ചിട്ട് ഈ ഒരു എന്താണ്. ഞാൻ അതിനകത്ത് എക്സാക്ട് പോയിന്റ്സ് അല്ല പറയുന്നത്. അയാളുടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള തിരക്കുകളിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ അതേ ഇന്റൻസിറ്റിയിൽ ആദ്യ കാലഘട്ടത്തിൽ പ്രണയകാലം എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ കൊടുക്കുന്ന അതേ എഫേർട്ട് ഇടാൻ പറ്റില്ലായിരിക്കാം, ബിക്കോസ് ഓഫ് സം റീസൺ. ഞാൻ എക്സാക്ട് മിഥുന സിനിമ എന്നല്ല പറഞ്ഞത്, അതിനകത്തൊരു ഇൻസ്റ്റൻസ് ആണ് പറഞ്ഞത്. പുള്ളി ശരിക്കും ജെന്യൂൻലി അതിനകത്ത് ബിസി ആയി പോകുന്നുണ്ട്, പെട്ടുപോകുന്നുണ്ട്, ആ സമയം സ്ട്രെസ്ഡ് ആണ്. ശരിക്കും ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള വേർഡിങ് തെറ്റാണ്. പാർട്ട്നേഴ്സ് ആണ് കറക്റ്റായ വാക്ക്. ഒരുമിച്ച് ജീവിതം പങ്കിടുന്നവരാണ്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കണം, അത് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഈ ബ്രോ പറഞ്ഞ ഉദാഹരണത്തിൽ ഇയാൾ ബിസി ആയെന്ന് മനസ്സിലാക്കാനുള്ള സെൻസ് ആ കുട്ടിക്കുണ്ടാവണം. ആ കുട്ടിക്കുണ്ടാവണം. അവനിപ്പോൾ ഇന്നലെ വരെയുള്ള അവനൊരു ജോബുണ്ട്, അവൻ ഇങ്ങനെ ഇഷ്യൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി അവക്കുണ്ടാവണം. ഉള്ള സമയത്ത് കൃത്യമായി അവർക്ക് വേണ്ട അറ്റൻഷൻ അവൻ കൊടുത്തിരിക്കണം. അതാണ് ഒരു ഹെൽത്തി ഒരു സാധനം രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റിയ ചെയ്യുന്നവരും ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുന്നവരും ഉണ്ട്. അതായത് ഇത് അറിഞ്ഞു വെച്ച് യൂസ് ചെയ്യുന്നവരും ഉണ്ട് ഒരുപാട് പേര്. ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഇത് കണ്ടിട്ട് ഇത് എക്സ്ക്യൂസ് ആയിട്ട് കണ്ട്, അതായത് ഫസ്റ്റ് ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് രണ്ടുപേരും കറക്റ്റായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുമ്പോട്ട് പോകും. പക്ഷേ ഇതേ സെയിം ഇപ്പോൾ ആൾ പറഞ്ഞ പോലെ ഇത് രണ്ടും മനസ്സിലാക്കി, അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും അതേ സെൻസ് വേണം. അത് അറിഞ്ഞു വെച്ച് ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, എല്ലാവരും അല്ല, കുറച്ച് പേര്. അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ തിരക്കാണ്, എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല എന്ന് വെച്ച് ഒരു പ്രയോറിറ്റി കൊടുക്കാൻ അധികം എപ്പോഴും പറ്റണം എന്നൊന്നുമില്ല. പക്ഷെ ഒരു ദിവസം ഒരു നേരം കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു ടൈം, അല്ലെങ്കിൽ ഞാനിപ്പോൾ തിരക്കിലാണ്, ഞാൻ വിളിച്ചോളാം, ഇതാണെന്ന് പറയാനുള്ളൊരിത് 2 മിനിറ്റ് കിട്ടുമ്പോൾ ടെക്സ്റ്റ് കഴിച്ചോ, അത് അപ്പുറത്തെ ആളും ബ്രോവറും മനസ്സിലാക്കി കഴിഞ്ഞാൽ സെറ്റാണ്, അടിപൊളിയാണ്. പക്ഷെ അപ്പോഴും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നെന്തിനാന്ന് വെച്ചാൽ ഇനീഷ്യൽ ഒരു പീരീഡ് ഉണ്ട്, വേറെ അവർ ഭയങ്കരമായിട്ട് എനർജി ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. ആ പീരീഡ് കഴിഞ്ഞിട്ട് എല്ലാവരും അതേപോലെ താഴത്തോട്ട് പോകണമെന്നില്ല. പോകുന്നവർ ചില ആൾക്കാരാണ് അത് ഇതുകൊണ്ടായിരിക്കാൻ പോകുന്നത്, ചില ആൾക്കാർ ബ്രോ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് പോകുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം. നമ്മുടെ ഈ സൈക്കോളജി വെച്ച് നോക്കുകയാണെങ്കിൽ 2 മെയിൽ ആൻഡ് ഫീമെയിൽ. ഒരു മെയിലിന് അവൻ്റെ ഏറ്റവും വലിയ ഹൈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ എന്താണ് ഒരു കംഫർട്ട് സോൺ ഉണ്ടാവുമല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നേരെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ലൈഫിൽ 2 ലക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി നമുക്ക് ചെയ്യാൻ പറ്റുക, എന്താണ് നമ്മുടെ പാഷൻ, അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുക, ഫസ്റ്റ് ലക്ക്. രണ്ടാമത്തേത് ഒരു അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്ണറാണ്. ഇതാണ് ഒരാളുടെ, അത് മെൻ ഓർ വുമൺ ആരായാലും അയാൾ ഏറ്റവും വലിയ 2 ലക്ക് എൻ്റെ കൺസെപ്റ്റ് ആട്ടോ. 2 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വിക്ടറിയിലും അവൻ്റെ ലോസിലും അവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളപ്പുറത്ത് ഉണ്ടാവും എന്നുള്ളത് അവൻ്റെ ആവശ്യം. ആക്ച്വലി ഒരാളപ്പുറത്ത് വേണമെന്നുള്ളത് അവളുടെ ആവശ്യമാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്താലും നമുക്ക് വന്ന് അവസാനിക്കാനുള്ളത് ഈ പേഴ്സണലാണ്. നമ്മൾ എന്തൊക്കെ നേടിയാലും അത് ഷെയർ ചെയ്തില്ലെങ്കിൽ, നമ്മളൊരു സക്സസ്സിൽ നിൽക്കുമ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ പാർട്ണർ മെയിൽ ഓർ ഫീമെയിൽ ആരാണെങ്കിലും അയാൾ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയുള്ള അങ്ങനെ ഒരാൾ വേണമെന്നുള്ള ഒരാൾക്ക് ഉറപ്പായും കൊടുക്കണം. നമ്മുടെ പ്രിയങ്കരിയായ പാട്ടുകാരി അനശ്വര ഇവിടെ ഒരു പാട്ടുമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സെഷൻ നമുക്ക് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് വൈൻഡപ്പ് ചെയ്യാം. മേഘം തിരണ്ട് കൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൾ ഒളിந்து കൊള്ളവാവാ, മാർബിൾ ഒളിந்து കൊണ്ടാൽ മാറിൻ അൻപ് വരും, കൂന്തലിൽ ഒളിந்து കൊള്ളവരവാ, என் கூந்தல் தேவன் தூங்கும் பள்ளி அறையாறையா, மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா, நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே, உன்
சொன்னால் போதும் இன்று வழிவிடும் காதல் நதி என் சுவாசம் உன் மூச்சில் உன் வார்த்தையின் பேச்சில் 5-6 நூற்றாண்டு வாழ்வோம் என் வாழ்வேவா மலர்களே மலர்களே இதை என்ன நினைவா உருகியதே எனதுள்ளம் பெருகியதே வெள்ளம் விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் നീதான் വാ അടിപൊളി. പിന്നല്ല സോ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ പ്രണയം ഒരു ആദ്യത്തെ ഒരു ഫ്രഷ്നെസ് കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും മടുപ്പാവും. ആ ഒരു പോയിന്റിലാണ് നമ്മളിത് വേണ്ടെന്ന് വെച്ച് കളഞ്ഞിട്ടൊക്കെ പോകുന്നത്. പക്ഷേ വെൻ വി ട്രൈ ടു സ്റ്റിക്ക് ഓൺ ടു ഇറ്റ്, നമ്മൾ തന്നെ എല്ലാ ദിവസവും ടു ഹോൾഡ് ഓൺ ടു ഈച്ച് അതർ റീസൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഇഫ് യു ഡൂ ദാറ്റ്, എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും നിങ്ങളുടെയും ഒക്കെ ലവ് ഒരു വലിയ സക്സസ്സിലേക്ക് പോകുന്നു. ലെറ്റ്സ് ട്രൈ ടു ഡൂ ദാറ്റ്. ഹോപ്പിംഗ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കും ഡിസ്കഷൻസുമായിട്ട് നിങ്ങൾ ഇൻഫാൻ എൻ്റർടൈൻമെൻറ്റ് പ്രേക്ഷകരിലേക്ക് വീണ്ടും ഞങ്ങൾ എത്തുന്നത് വരെ ബൈ.